ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുഗന്ധി എഴുതിയിരിക്കുന്നൊരു മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുഗന്ധി. യഥാർത്ഥ പേരല്ല. 41 വയസ്സുണ്ട്. വിവാഹിതയാണ്. 2 കുട്ടികളുമുണ്ട്. കുട്ടികൾ 2 പേരും ഹൈസ്കൂൾ ക്ലാസ് മുതലേ എൻ്റെ ഭർത്താവിൻ്റെ തറവാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവിടെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, പിന്നെ അനിയനും ഭാര്യയുണ്ട്. അവർക്ക് കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുന്നതിൽ ആർക്കും പരിഭവവും പരാതിയുമില്ല. എന്നേക്കാൾ നന്നായി എൻ്റെ കുട്ടികളെ സ്നേഹിക്കുകയും നോക്കുകയൊക്കെ അനിയത്തി ചെയ്യും. അതുകൊണ്ട് ഞാനും എതിര് പറഞ്ഞില്ല. കുട്ടികൾ 2 പേരും വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. അവിടെ ചെക്ക് ചെയ്തതിൽ പിന്നെ ഞാൻ ഓർത്തത് ഭർത്താവിൻ്റെ സ്നേഹം മുഴുവനും എനിക്ക് കിട്ടും. പുള്ളി ബിസിയാണ്. വൈകിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസൊന്നും 6-7 വർഷമായിട്ടില്ല. പുള്ളി ഒരു സുഹൃത്തിൻ്റെ കൂടെ കൂട്ടു ബിസിനസ് ചെയ്യുകയാണ്. എല്ലാ രാത്രി ഇങ്ങി വരും. എന്നാലും വരുമ്പോൾ പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ക്ഷീണിച്ചായിരിക്കും വരിക. ഇപ്പോൾ പൈസയൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റ് രസങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. ആദ്യ കാലഘട്ടത്തിൽ 1-2 വർഷമായി കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമായിരുന്നു, ഇനി മറ്റുള്ള ആരോടെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുകൊണ്ടാണോ എന്നോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതെന്ന്. അത് പറഞ്ഞ് ഞാൻ വഴക്കിടുമായിരുന്നു. അപ്പോൾ പുള്ളി പറയും, എനിക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും തോന്നുന്നില്ല, ആരോടും തോന്നുന്നില്ല, അതുകൊണ്ടാണെന്ന്. പിന്നെ ഞാൻ വഴക്കുണ്ടാക്കുമ്പോൾ എന്തിനെങ്കിലും ഒന്ന് ശ്രമിക്കും മാഡം, പക്ഷേ അതിൻ്റെ ഔട്ട്കം വളരെ വളരെ കുറവായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ച് വഴക്കുണ്ടാക്കാതെ അങ്ങ് നിന്നു. പിന്നെ ഇതൊന്നും ഒന്നുമല്ലാതായി. ജീവിതം ഒരു യന്ത്രം പോലെ മുന്നോട്ട് പോവുകയായിരുന്നു. കുട്ടികൾ 2 പേരും അവിടെ അങ്ങ് പോയതിൽ പിന്നെ ഞാൻ ഭർത്താവിനോട് പറയാൻ തുടങ്ങി, ഇനിയിപ്പോൾ റിലാക്സ് ആകൂ, എന്തിനെങ്ങനെ ഓടി നടക്കുന്നത്, ആവശ്യത്തിന് സ്വത്തുണ്ട്, പിന്നെ കുട്ടികളുടെ ചിലവ് പോലും അവരാണ് നോക്കുന്നത്, 5 പൈസ മുടക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളെന്തിനാണ് ടെൻഷൻ അടിച്ച് ഒന്നിനും താല്പര്യമില്ലാതെ നിൽക്കുന്നത്? വാ ഇങ്ങോട്ട്, ഇനിയെങ്കിലും നമുക്ക് ഒരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് ചെന്നു. തഴുകുകയും തലോടുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. മാഡം, ആദ്യത്തെ മധുവിധുവിൻ്റെ കാലത്തേക്ക് ഞാനൊന്ന് പോയി. ചില കാര്യങ്ങളിൽ ഭർത്താവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് മുടി എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ഞാനും എൻ്റെ തലയൊന്ന് നന്നായി കറക്കി നോക്കി. പക്ഷേ അതുകൊണ്ടും ഗുണമില്ല. എല്ലാം ഒരു നിർജീവമായ അവസ്ഥയിലായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് മൊത്തവും തകർന്നു പോയോ? നിങ്ങൾക്കെന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും അടിയോ ഇടിയോ കിട്ടിയോ? എന്താണ് പറ്റിയത്? നമുക്ക് ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചു. പുള്ളി ഒന്നും മറുപടി പറഞ്ഞില്ല. ഞാനപ്പോൾ രാത്രി വഴക്കുണ്ടാക്കി. ഇത് ശരിയില്ലാത്ത എന്തോ കാര്യമാണ്, എന്തോ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്തോ അസുഖം നിങ്ങൾക്കുണ്ട്, എന്താ പ്രശ്നം, ഡോക്ടറെ കാണാൻ പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് ഇതിനിടയ്ക്ക് ചില അബദ്ധങ്ങൾ സംഭവിച്ചു. ഞാൻ ചോദിച്ചു, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് നിങ്ങൾക്ക് ചുറ്റിക്കളയുണ്ടോയെന്ന്. അപ്പോൾ ഹസ്ബൻഡ് ഒന്നും മിണ്ടിയില്ല. ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, പെണ്ണുങ്ങളുമായിട്ടല്ല, ചെറുപ്പക്കാരായ ചില ബോയ്സ് ഉണ്ട്, അവരുമായിട്ട് എനിക്ക് ചില ബന്ധങ്ങളുണ്ടായി. അതിന് കാരണം എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. അവൻ ആ വിഷയത്തിലാണ് താല്പര്യം. അവനാണ് എന്നെയും പെടുത്തിയത്. അങ്ങനെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടായി. അത് കഴിഞ്ഞതിൽ പിന്നെ സ്ത്രീകളോട് എനിക്ക് യാതൊരു താല്പര്യവും തോന്നുന്നില്ല. എനിക്ക് താല്പര്യമെല്ലാം ഒരു 18, 20, 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരോട് മാത്രമാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അത്തരം ബന്ധങ്ങളിൽ ഞാൻ പെട്ടുപോയി. ഇനി തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് പൊട്ടിക്കരഞ്ഞു. അന്നാണ് എനിക്കതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന രഹസ്യമാണെങ്കിലും എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. അതിന് കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവളാണ്. അവൾ ഈ ഗ്രാമത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. അവളുടെ ഭർത്താവിന് ഇതേപോലെ ഒരു കൊച്ചിയക്കനുമായി ബന്ധമുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് അവൾ എന്നോട് വന്ന് കരയുകയും പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നീ കണ്ടുപിടിച്ചെങ്കിലും ഭർത്താവിനോട് നീ തുറന്ന് സംസാരിക്കണം, എന്ത് സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ പെട്ടുപോയതാണെന്നും ഇനി പോകില്ലെന്നും ഒക്കെ അങ്ങേര് വാഗ്ദാനം ചെയ്തു. അങ്ങനെ സമാധാനത്തോടുകൂടി ഇരിക്കുന്ന സമയത്തായിരുന്നു ആ ചെക്കനും ഇയാളും തമ്മിലുള്ള ചില ബന്ധങ്ങൾ മറ്റുള്ളവർ കണ്ടുപിടിച്ചതും. ആ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് അവളുടെ ഭർത്താവുമായിട്ട് വലിയ വഴക്കും വക്കാണോ ഒക്കെ ആയിരുന്നു. പക്ഷേ ചെക്കന് പ്രായപൂർത്തിയായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളായി. ഈ സംഭവം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങിപ്പോയാലില്ലേ മിക്കവാറും അകത്താകും. അത്തരമൊരു കാലമാണ്. പ്രായവും കാലവും ഒന്നും നോക്കാതെ
നോക്കാതെ ഇത്തരം പരിപാടിക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയില്ല, ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എൻ്റെ കൂട്ടുകാരന് ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഭർത്താവിന് അന്ന് 2 എണ്ണം ഞാൻ കൊടുക്കേണ്ടി വന്നു മാഡം. പക്ഷെ പുള്ളി പറഞ്ഞത് പുള്ളിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അതിൽ പെട്ടുപോയി, നമുക്ക് പിരിയാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. ദൈവമേ, ഈ സംഭവത്തിന് പേരിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പ്രായത്തിൽ എന്തായിരിക്കും നാണക്കേട്. ശരിയാ, എനിക്ക് ഭർത്താവിൽ നിന്ന് പരിചരണങ്ങളൊന്നും കിട്ടുന്നില്ല. എനിക്ക് ചിലപ്പോൾ ഒരു കല്യാണവും കഴിക്കാൻ പറ്റിയേക്കും. പക്ഷേ 40-ാം വയസ്സിൽ കല്യാണം കഴിച്ച് ഇത്രയും 2 പിള്ളേരൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാണ്? രാത്രി മുഴുവനും ഇരുന്ന് ഞാൻ കരഞ്ഞ് ആലോചിച്ചു. എന്തായാലും ഈ വിവാഹബന്ധത്തിൽ നിന്ന് ഈ പ്രായത്തിൽ പിരിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. അതുമാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നോട് എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാനിനി ഒന്നിനും വരില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ബാധ്യതയാകില്ലെന്ന് പറഞ്ഞു. ഭർത്താവ് അപ്പം പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, നമുക്ക് പിരിയുകയൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ വേണം, ഞാൻ മാറാൻ ശ്രമിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ മാറേണ്ട കാര്യമില്ല, അതിന് പകരം ഞാനങ്ങ് മാറിയാൽ മതിയല്ലോ, നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്കും ഇഷ്ടമുള്ള ആളെ സ്വീകരിക്കാനുള്ള ഒരു സ്പേസ് അത് മതി, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. നീ അങ്ങനെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ഭർത്താവ് പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടുവച്ചിട്ടില്ല, നിങ്ങളും കണ്ടുവച്ചിട്ടല്ലല്ലോ, സ്വാഭാവികമായിട്ട് സംഭവിച്ചതല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും എന്ന് വെച്ചിട്ട് ഈ വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിയാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ഞാനില്ല. അപ്പം ശരിക്കും എന്താ നിൻ്റെ മനസ്സിൽ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തീരുമാനമെടുത്തു. എനിക്കാരെങ്കിലും ഇഷ്ടപ്പെട്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുമായി ഞാൻ എൻ്റെ സ്നേഹം പങ്കിടും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും പറയാൻ ബാധ്യതയില്ല. പക്ഷേ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ഞാനും ഒന്നിനിറങ്ങില്ല. അതല്ലാതെ എൻ്റെ കാര്യങ്ങൾ രഹസ്യമായി സാധിച്ചു കിട്ടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആരും അറിയരുത് എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാര്യമാണെങ്കിലും നിൻ്റെ കാര്യമാണെങ്കിലും എനിക്കൊരിക്കലും നിന്നെ പിടിച്ച് കെട്ടിയിടണമെന്നൊന്നും ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ നല്ല തീരുമാനമാണ്. പരസ്പരം അറിഞ്ഞുകൊണ്ട് നമുക്ക് 2 പേർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഇപ്പോഴാണ് എൻ്റെ ടെൻഷൻ മാറിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് അധികം ചർച്ചയൊന്നും വേണ്ട. എൻ്റെ പ്ലാനുകൾ എന്തെങ്കിലും വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞു. ഭർത്താവ് ഇത്തിരി ചിന്തിച്ചിട്ട് തലയാട്ടിട്ടാണ് പോയത്. അത് കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ചർച്ചയൊന്നുമില്ല, പ്രശ്നങ്ങളുമില്ല, ഒന്നും അധികം കടന്ന് സംസാരിക്കാറില്ല. സംസാരിക്കാൻ മാത്രം മാറ്ററുകളൊന്നുമില്ല. ഞാനിങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കുകയായിരുന്നു. ഇതിന് ബദലായിട്ട് ഞാനിപ്പോൾ എല്ലാവരും ധിക്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരം കാര്യങ്ങളൊന്നും ഇൻവോൾവ് ആകാൻ പറ്റുകയില്ല. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയാണല്ലോ ഇത്തരമൊരു കാര്യം പറഞ്ഞത്, അവളെ തന്നെ വിളിച്ച് എൻ്റെ വീട്ടിലും ഈ പ്രശ്നം സംഭവിച്ചു എന്നുള്ള രീതിയിൽ പറയാമെന്ന് വിചാരിച്ച് അവളെ ഞാൻ അവളുടെ വീട്ടിൽ പോയി കണ്ടു. അധികം ദൂരമൊന്നുമല്ല. അത് കേട്ട് അവൾ മൂക്കത്ത് വിരൽ വെച്ചു. ആ മോളെ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇല്ലേ, ഇവിടുത്തെ ആളും അതൊന്നും നിർത്തിയിട്ടില്ല, ഇപ്പോഴും തുടരുന്നുണ്ട്, എന്നോടും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനങ്ങ് ആശ്വസിക്കുകയായിരുന്നു. എന്തായാലും പെണ്ണുങ്ങളുടെ പുറകെ നിന്നിൽ പോകുന്നത് ആൺകുട്ടികളാണല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഈ കുണ്ടന്നൂർ ബൈപ്പാസിലൊക്കെ എങ്ങനെയാ മോളെ നമ്മൾ 2 പേരും വിട്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒരു കണക്കിന് ചിരിച്ചു എന്ന് വരുത്തി. എന്ത് ചെയ്യാനാടി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് സ്വീകരിക്കരുതോ, അവരുടെ ഇഷ്ടം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു, സഹിച്ച് ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാടി ഇവരെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, നമുക്കും ഓപ്ഷൻസൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരി അത്ഭുതത്തോടുകൂടി എന്നെ നോക്കി. എടി, നിനക്കതിനുള്ള ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, അത്ര ധൈര്യമൊന്നുമില്ല, നീയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലോ പ്രൊഫൈലിലോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുള്ളത് പുറത്തറിയാതെയുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി നടത്തുന്നത്. അപ്പോൾ ഞാനും അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെന്തിനാടി വെറുതെ നമ്മുടെ യൗവനം വേസ്റ്റാക്കി കളയുന്നത്? 41 വയസ്സെന്നോ അല്ലെങ്കിൽ 39 വയസ്സെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നുമല്ല. ഇനിയും നമ്മൾ 10-20 വർഷം കൂടി സുഖമായി മുന്നോട്ട് പോകും, ഇല്ലേ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പിന്നെ ഞാൻ 20 അല്ലടി, 50 വർഷം കൂടെ വേണമെങ്കിലും പോകും, അത്ര ഒരു മനസ്സാണ് എൻ്റേത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും, അതോടുകൂടി നമുക്ക് പേരുദോഷമാകും, ഭർത്താക്കന്മാർക്കും പ്രശ്നമാകും. ഇനിയിപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്താലും അതിന് ഇത്രക്കിത്ര വാല്യേ ഉള്ളൂ. പക്ഷേ പെണ്ണുങ്ങൾ ചെയ്താലില്ലേ, പിന്നെ പെണ്ണുങ്ങളെ വിളിക്കുന്നത് വേറെന്തെങ്കിലും പേരായിരിക്കും. ആണുങ്ങൾ ഏതും ആണെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ
അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാടി, പക്ഷേ നമുക്ക് ഒതുക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ പലതും സാധിച്ചെടുക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കും ആഗ്രഹങ്ങളുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഭർത്താക്കന്മാരെ പേടിച്ച് കഴിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവർക്ക് അവരുടെ ഇഷ്ടം, നമുക്ക് നമ്മുടെ ഇഷ്ടം. കുടുംബം കുളം കലക്കാതെ ഇരിക്കുക, അതിൽ മാത്രം നമുക്ക് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാലും ഇതെങ്ങനെ തുടങ്ങും? നമുക്കിപ്പോൾ പലരും ഇഷ്ടമാണ് എന്ന് വെച്ച് അവരെ കയ്യോ കാലോ കാണിച്ച് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുമോ? അതൊക്കെ വലിയ തൊന്തരവാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ഇങ്ങനെ വർക്കിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി വേറെ ആരുടെങ്കിലും പറഞ്ഞാലോ? വേണ്ട, അത് പിന്നെ ഡേഞ്ചറസ് ആകും. പെണ്ണുങ്ങളോടല്ലേ പറഞ്ഞത്, അവളുമാരാരോടെങ്കിലും പറയും. ഇവളെ വിശ്വസിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പര വിശ്വാസവും ഉണ്ട്. അവൾ പറഞ്ഞിടി, നമുക്ക് ഫേസ്ബുക്കിലോ മറ്റോ പ്രൊഫൈൽ ഉണ്ടാക്കി ഇങ്ങനെ ചാറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു ശരിയാടി, അത് നല്ലൊരു ഐഡിയ ആണ്, നീ തുടങ്ങ്. ഞാനാണെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്ത് ഐഡിയ? അതെനിക്ക് ആലോചിക്കുമ്പോൾ കിട്ടും. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം വൈകിട്ട് വന്നപ്പം എന്നോട് പറഞ്ഞു, എടി അങ്ങനെയാണ് താല്പര്യമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ കോണ്ടാക്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോണ്ടാക്റ്റ് കൊണ്ട് എനിക്ക് എന്താ ഗുണം? നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഇത്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി അതല്ല, നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കും മറ്റ് താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലേ? അങ്ങനെ നല്ല ചെറുപ്പക്കാരുണ്ടടി, അവർക്ക് നല്ല രീതിയിലുള്ള ആഗ്രഹമുണ്ട്. 2 വള്ളങ്ങളിലും കാല് വെക്കുന്നവർക്ക് എത്രയോ പേരുണ്ട്. 2 വള്ളങ്ങളിൽ കാല് ചേർത്തുന്നവരൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങളെങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ? അത് വേണ്ട, എനിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ സ്ത്രീകളോട് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം മതി, അല്ലാത്തവരെ വേണ്ട എന്നാണ് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു. ഉടനെ ഹസ്ബൻഡ് ചോദിച്ചു, നീ അവളോട് പോയി പറഞ്ഞു? ഞാൻ പറഞ്ഞു, അവളുടെ ഭർത്താവിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പണ്ടുണ്ടായപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. അവളും സെയിം സിറ്റുവേഷനിലാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കി നിങ്ങൾക്ക് 2 പേർക്കും 2 ഭർത്താക്കന്മാർക്കും ഒരു പ്രശ്നം ഉണ്ടാകാത്ത വിധത്തിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തോളാം. നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ വെട്ടിത്തിരിഞ്ഞങ്ങ് പോയി. അതാണ് നല്ലത്. ഇങ്ങനെ കൊണ്ടുവരുന്ന കോണ്ടാക്റ്റ് ശരിയാകില്ല. ഇത് ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടീ സാരമില്ലടി, പുള്ളിയുടെ കയ്യിലും നല്ല ആൾക്കാർ കാണും. എന്ന് വെച്ചാൽ 2 വള്ളത്തെ കാലം ചവിട്ടുന്നവരല്ല, അല്ലാതുള്ളവർ കാണുമെടി. നല്ല നല്ല കോണ്ടാക്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് കാണില്ലേ? എടി അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്, നിനക്കറിയില്ല. എന്താടി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ശരിക്കും സൗന്ദര്യമുള്ള ആണുങ്ങളില്ലേ, അവരുടെ പുറകെ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും കാണും. നീ എന്താ ഈ പറഞ്ഞത്? കഴിഞ്ഞ ഒരു ദിവസം ഇല്ലേടി ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ചെക്കൻ, അവൻ ഈ ഫിറ്റ്നസ് വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അവനോട് ആണുങ്ങളില്ലേ പോയി താല്പര്യമുണ്ടോന്നോ ഏതാണ്ടൊക്കെ ചോദിക്കുവാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളുടെ പുറകെ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. അപ്പോൾ ആ കോണ്ടാക്റ്റിൽ നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുമടി. പിന്നെ നിൻ്റെ ഭർത്താവ് പരിചയപ്പെടുത്തി തരുന്നതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റിയുമുണ്ട്. നമ്മളായി കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ കയ്യിലും കാലിലും കഴുതിലൊക്കെ കിടക്കുന്ന ഒരുക്കൊണ്ട് അവന്മാർ പോയാലോ? അതുകൊണ്ട് മോഹം കൊണ്ട് നമ്മൾ ചാടി ഇറങ്ങേണ്ട കാര്യമില്ല, സേഫ്റ്റി നോക്കണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അവളുടെ ജീവിതത്തിലാണല്ലോ ഇതൊക്കെ ആദ്യം ഉണ്ടായത്. അതുകൊണ്ട് അവൾ കുണ്ടന്നൂർ പോകുന്ന റോഡിനെക്കുറിച്ച് കുറേയധികം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളുടെ ആ ഒരു അഭിപ്രായം എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അപ്പോൾ പൊട്ടിച്ചിരിച്ചു. കണ്ടോ, ബൂമറാങ് പോലെ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? എടി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ശരിയാകില്ല. നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടത് ഞാൻ ശരിക്കും കണക്ട് ചെയ്തു തരാം. നീ പറഞ്ഞതുപോലെ 2 വള്ളത്തിലോ 4 വള്ളത്തിലോ കാല് ചവിട്ടിക്കൊണ്ട് നിനക്കെന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ? ആ സമയത്ത് നിങ്ങളോട് സ്നേഹമായിരിക്കുന്ന നല്ല ചെക്കന്മാരെ വേണം, അത്രേ പോരെ? അല്ലാതെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഹിസ്റ്ററി തേടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ആരോടാണ് ബന്ധം, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ആരോടൊക്കെ ബന്ധമുണ്ടെന്ന് ആർക്കറിയാം? എല്ലാവരുടെ ഉള്ളിലും പല രീതിയിലുമുള്ള ഇഷ്ടങ്ങൾ കാണും. അതൊന്നും ആരോടും പറയില്ല. ഓരോ മനുഷ്യർക്കും ഓരോ രഹസ്യങ്ങളുണ്ട്. നീ എന്താ വലിയ ശീലാവതിയാണോ എന്ന് പറഞ്ഞ് ഭർത്താവ് ഞാനും കൂടെ അന്ന് ഒരു വഴക്കുണ്ടായി. എങ്കിലും ഭർത്താവ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പരസ്പരം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പ്രശ്നമില്ല. നല്ല രീതിയിൽ 2 പേർക്കും 2 കൈവഴിയുള്ള നദികളായി ഒഴുകിപ്പോകാം. വീട്ടിൽ വരുമ്പോഴേക്കും ഒന്ന് ചേർന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. അതാണ് ജീവിതത്തിൻ്റെ ഇൻപം. ഒന്നുകിൽ നമ്മൾ പരസ്പരം എല്ലാം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വഴക്കുണ്ടാക്കാതെ അങ്ങ് പോവുക, അല്ലെങ്കിൽ പിരിയുക. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് വിരുദ്ധമായ അഭിപ്രായമുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ചെയ്യാനുള്ള 2 കർമ്മങ്ങളെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. മാഡത്തിൻ്റെ വീഡിയോകളിൽ നിന്നും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ആയിട്ട് എഴുതിയത്.
പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോഴേക്കും അവൾക്കാണെങ്കിൽ അങ്ങ് പേടി. എടി നീയും കൂടി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വരാം. എനിക്കാണെങ്കിൽ തന്നെ ഒരു മുറിയിലൊക്കെ വേറെ ആരുടെ കൂടെ നിൽക്കാൻ പേടിയാണ്. നീയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 പേരെ വേണമെങ്കിൽ മാനേജ് ചെയ്യാം. ആദ്യം നമുക്ക് 2 പേർക്കും കൂടി ഒന്നിച്ചു പോകാം. നമുക്ക് വേണ്ടി ഒരാൾ നമ്മുടെ കൂടെ വരട്ടെ. നമ്മൾ 3 പേര് കൂടി ചേർന്നിട്ടുള്ള പ്രോഗ്രാംസ് മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് നാണമില്ലേടി? അപ്പോൾ അവൾ പറഞ്ഞു, ഓ ഇനി എന്ത് നാണമാണ്? ഇത്രയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നാണൊന്നും വേണ്ട. അതുകൊണ്ട് നിൻ്റെ കൂടെ ഞാനും നിന്നോളാം. നല്ല ഒരാളെ കണ്ടുപിടിച്ച് തരാൻ നിൻ്റെ ഭർത്താവിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പിറ്റേ ദിവസം തന്നെ 4 ഫോട്ടോകൾ അയച്ചു തന്നു. ഞങ്ങൾ ആ 4 ഫോട്ടോയും കണ്ട് അമ്പരന്ന് പോയി. ഷൂ ദൈവമേ, ഇവരുടെയൊക്കെ കസ്റ്റഡിയിൽ ഇത്രയും സൗന്ദര്യമുള്ളവരുണ്ടോ? നമ്മളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയും സൗന്ദര്യമുള്ള ചെക്കന്മാരെ പുറത്തിറങ്ങിയാലും കിട്ടില്ല, ഇൻ്റർനെറ്റ് നോക്കിയാലും കിട്ടില്ല. ഞാനാണെങ്കിൽ അവളുമായി ചേർന്നിരുന്ന് ആ പടം കണ്ടു. എടി ആരെയാടി സെലക്ട് ചെയ്യേണ്ടത്? അവളും താടിക്ക് കൈ കൊടുത്തു. ദൈവമേ, ഇവരുടെ ആരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുമോ പിള്ളേർക്കൊക്കെ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മൾ പ്രായമായതല്ലേ? എടി പ്രായമായ ആൻറ്റിമാർക്കല്ലേ ഡിമാൻഡ്. അപ്പം നമ്മൾ 2 പേർക്കും എന്തോ കുഴപ്പം? നമ്മുടെ മുടി പോലും നരച്ചിട്ടില്ല, നമ്മുടെ ചുണ്ടുകൾ ചുവന്നാണ്, നല്ല പല്ലുകൾ, നല്ല ദേഹം, നല്ല വെളുത്ത നിറം എല്ലാം നമുക്കില്ലേടി? ആ അത് ശരിയായിരിക്കും എടി അല്ലേ എന്ന് പറഞ്ഞ് അവൾ എന്നെ നോക്കി. ഞാൻ ചോദിച്ചു, ആരടി സെലക്ട് ചെയ്യുന്നേ? ഭർത്താവിനോട് പറയണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയില്ലടി, 4 എനിക്ക് കൺഫ്യൂഷനാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം കേട്ടോ, ഞാനാണെങ്കിൽ പണ്ടത്തെ ഒരു ട്രിക്ക് പ്രയോഗിക്കുക. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ അവൾ കൈകൾ കൊണ്ട് അക്കുത്തിക്കുത്താന വരമ്പേ കല്ലേ കൊത്ത് കരിക്കൊത്ത് ചീപ്പ് വെള്ളം താറാ മക്കളുടെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പണ്ട് കാലത്തെ ഇത് ചൊല്ലാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിനക്കെന്താ വട്ടാണോ? ഞാനിപ്പോൾ കണ്ടുപിടിക്കടി എന്ന് പറഞ്ഞിട്ട് താം ധൂം ധൂം എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കൻ്റെ പടത്തിൽ തൊട്ടു. ആ ഇത് മതി, ഇത് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ ഭർത്താവിനത് ഫോർവേഡ് അയച്ചു കൊടുത്തു. ഭർത്താവാണെങ്കിൽ പറഞ്ഞു, ആഹാ കൊള്ളാമല്ലോ, ഇതിൽ ഏറ്റവും നല്ല സുന്ദരൻ അവനാണെന്ന്. ആണോ? ഞങ്ങൾക്ക് 4 പേരും നല്ല സുന്ദരന്മാരായിട്ട് തോന്നിയത്. പക്ഷേ ദേ ഇവളാണെങ്കിലും ആ കുത്തിക്കുത്തൊക്കെ ചൊല്ലിയിട്ടാണ് ഇങ്ങനെ ഒരുത്തനെ കണ്ടുപിടിച്ചെന്ന്. അത് കേട്ടപ്പോൾ ഭർത്താവ് ചിരിച്ചു. ചേട്ടാ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി എന്താ കാര്യം? നിൻ്റെ കൂട്ടുകാരെയും കൊണ്ട് ഈ വീട്ടിലങ്ങ് വരിക, ഒരു പ്രശ്നവുമില്ല. അവൻ ഇവിടെ വന്നോളും, ഞാൻ വരുന്നില്ല അന്ന് രാത്രിയിൽ, ഞാൻ വേറെ എവിടെയെങ്കിലും തങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടാ റിസ്ക് അല്ലേ? ഓ റിസ്ക് ഒന്നുമില്ല, അവളും വരുമല്ലോ. അപ്പോൾ ഇത്തിരി കഴിഞ്ഞൊരു പയ്യൻ വന്നാൽ അവളുടെ മോനാണെന്നോ എല്ലാം അങ്ങ് പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല, ആരും അറിയില്ല, സേഫാണ്. 2 പെണ്ണുങ്ങളും കൂടെ ഉള്ളപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്നോളാം, എനിക്കും വേറെ ചില പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. അങ്ങേരുടെ പരിപാടി. എന്തായാലും അങ്ങനെയാണ് ആ ചെക്കൻ ആദ്യം വന്നത്. ചെക്കനെ ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോഫയിൽ അവൻ്റെ ഇടവും വരവുമായിരുന്ന് ഞങ്ങൾ 2 പേരും ഒത്തിരി സംസാരിച്ചു. ചെക്കൻ 1 മണിക്കൂറോളം കുസൃത്തരങ്ങൾ കാണിച്ച ശേഷമാണ് ഞങ്ങൾ ഉള്ളിലെ വ്യാകുലതകളും ആകുലതകളും ഒക്കെ പറഞ്ഞു പോകാൻ പറഞ്ഞു. അതൊന്നൊരു പ്രശ്നമില്ല, 2 ചേച്ചിമാരും എൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞാണ് പോയത്. ചെക്കൻ ഞങ്ങൾക്ക് വേണ്ടി 2-3 മണിക്കൂർ നന്നായി കഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മധുവിധു കാലത്തേക്കാൾ കൂടുതൽ മധുരിമ ജീവിതത്തിനുള്ളിലേക്ക് നിറഞ്ഞു വരുന്ന പോലെ തോന്നി. അങ്ങനെ അവനെ ഞങ്ങൾ സ്നേഹപൂർവ്വം യാത്രയാക്കി. പക്ഷേ കൊച്ചു പയ്യനാണെങ്കിലും അവൻ ഞങ്ങൾക്ക് 2 പേർക്കും ഗിഫ്റ്റൊക്കെ തന്നിട്ടാണ് പോയത്. അതും പിന്നീട് ഞങ്ങൾക്ക് 2 പേർക്കും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഒരു ഉപകാരമായി. പിന്നെ ഹസ്ബൻഡ് ആ 4 വട്ടങ്ങളും പൂർത്തീകരിച്ചു. പിന്നെ 5ാമതൊരാൾ വന്നു. പിന്നെ ഒരു മാസം ഗ്യാപ്പ്. പിന്നെയും ഇതേപോലെ 4-5 പേരെ ഭർത്താവ് കാണിച്ചു തന്നു. ഞങ്ങൾ നറുക്കിട്ടെടുത്ത പോലെ അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി. അങ്ങനെ ഞാനും അവളും കൂടി മയിലാട്ടമാടി ഒന്നിച്ച് ഞങ്ങൾ 2 പേരും കരകാട്ടക്കാരികളെപ്പോലെയായി മാഡം. ഇതിനിടയ്ക്ക് ഒരു പയ്യൻ വന്നപ്പോൾ അവൻ ആദ്യത്തെ ഘട്ടത്തിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു, ഇനി ചേച്ചിമാർ 2 പേരും കൂടി ഒരു സ്നേഹപ്രകടനം എൻ്റെ മുന്നിൽ കാഴ്ചവെക്കൂ, ഒരു വെറൈറ്റി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല. അവൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. എനിക്കിത്തരം വീഡിയോ കണ്ട് ഭയങ്കര താല്പര്യമാണ്. 2 സ്ത്രീകൾ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനം എനിക്കൊത്തിരി ഇഷ്ടമാണ്. പ്ലീസ് എനിക്ക് വേണ്ടി, ഈ ചക്കരക്കുട്ടിന് വേണ്ടി ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞു തന്നു. അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ 2 പേരും കൂടി ആദ്യമായി ഒന്ന് കാലെടുത്ത് വെച്ചു അവൻ പറഞ്ഞതുപോലെ ചില ആക്റ്റുകൾ പ്രകടിപ്പിച്ചു.
അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാകില്ല എന്നാണ് കരുതിയത്. പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നീട് വന്ന ബന്ധങ്ങളിലെല്ലാം ഞങ്ങൾ അതും ഇതും എല്ലാം ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അവസാനം ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായി മാറിയിരിക്കുകയാണ് മാഡം. മനസ്സ് എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്ത് പോകുന്നത്. മാഡം പണ്ട് ഇത്തരം വിഷയങ്ങൾ വായിക്കുമ്പോഴേക്കും അതിന് മറുപടി കൊടുക്കുമ്പോഴും ഞാൻ ചിലപ്പോഴൊക്കെ ഇവരെന്താ പറഞ്ഞെന്ന് ആലോചിക്കുമായിരുന്നു. എങ്കിലും ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നു, മനസ്സിൻ്റെ കളികൾ മനുഷ്യന് മനസ്സിലാകില്ല. ഒന്നിനെ നമുക്ക് പുച്ഛിക്കാൻ പറ്റില്ല. എല്ലാ ബന്ധങ്ങളും ഒരു കണക്കിന് നോക്കുമ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് വളരെ മനോഹരമാണ്. ഒരു ബന്ധത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല മാഡം. എല്ലാവർക്കും അവനവൻ്റെ ബന്ധങ്ങളും അതിൻ്റെ രസങ്ങളും വലുതാണ്. അങ്ങനെയല്ലേ മാഡം? അപ്പോൾ ഭർത്താക്കന്മാർ രണ്ടുപേരെയും എന്ത് കാര്യത്തിലാണോ കുറ്റം പറഞ്ഞത്, ഇപ്പോൾ ഭാര്യമാർ രണ്ടുപേരും അതിൻ്റെ വ്യക്താക്കളായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ രണ്ട് വള്ളത്തിലും കാല് ചവിട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ ഓരോ മനുഷ്യരും തനിപ്പെട്ട മനുഷ്യരാണ്. ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇൻട്രസ്റ്റ്. ചിലർക്ക് ഒരു വള്ളത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ചിലർക്ക് 2 വള്ളം പറ്റും, ചിലർക്ക് 3 വള്ളം പറ്റും, ചിലർക്ക് ലോകത്തിലുള്ള ഏത് വള്ളത്തിൽ വേണമെങ്കിലും ചാടിക്കയറാൻ പറ്റും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്ഥിതി എന്ന് പറയുമ്പോഴേക്കും പ്രകൃതി കൊടുത്തിരിക്കുന്നത് ഓരോ രീതിയിലാണ്. പ്രകൃതി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, മനുഷ്യൻ്റെ അനുഭവങ്ങൾ കൊണ്ടും അവർ പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകളിലേക്ക് പോകും. ചിലപ്പോൾ ആ ഇൻട്രസ്റ്റ് മാറി മറിയാം, പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടാം, ചിലപ്പോൾ പുതുതായിട്ട് തുടങ്ങാം. അതൊക്കെ നമ്മുടെ സാഹചര്യവും എക്സ്പീരിയൻസും വെച്ച് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ അത് ശരിയായേക്കാം, ചിലപ്പോൾ തെറ്റായേക്കാം, ചിലപ്പോൾ സമൂഹത്തിൽ തെറ്റായേക്കാം. പല രീതിയിലുള്ള കൺസെപ്റ്റ് സമൂഹത്തിന് ഇതേപോലുള്ള കാര്യങ്ങളോടുണ്ട്. അപ്പം അതും ഇതും കൂടെ ചിലപ്പോൾ യോജിച്ച് പോകില്ലെങ്കിലും നമ്മുടെ മനസ്സിന് പിടിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്കതിൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ബോധറിങ്ങോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഭാര്യയും ഭർത്താക്കന്മാരും അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവരിപ്പം 2 വള്ളത്തിലാണോ 10 വള്ളത്തിലാണോ ഒരു വള്ളത്തിൽ തുഴയുകയാണോ നമുക്കറിയേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുമ്പോഴേക്കും കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും പിന്നെയും ദുരൂഹത ബാക്കി കാണും. അപ്പോൾ അനുഭവങ്ങളിൽ കൂടി മനുഷ്യനുണ്ടാകുന്ന കാര്യങ്ങളെ പുച്ഛിച്ച് തള്ളാനും പറ്റുകയില്ല. പക്ഷെ ഞാനെപ്പോഴും പറഞ്ഞത് സമൂഹത്തിനോ മറ്റുള്ളവർക്കോ ശല്യമാകുന്ന രീതിയിൽ സ്വന്തം കുടുംബത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങളും അവിഹിത ബന്ധങ്ങളും അല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നോക്കുമ്പോൾ സദാചാര വിരുദ്ധം. ഇതിപ്പോൾ എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായ നിധി പോലെ പോകുന്ന കാര്യത്തെ നമുക്കിപ്പോൾ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആണുങ്ങളോ ആണോ അല്ലെങ്കിൽ പെണ്ണും ആണോ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ 2 കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വലിയ വള്ളങ്ങൾ തുഴയുകയാണോ, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ കോർഡിനേഷൻസ് ആണ്. ഇതൊക്കെ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതെല്ലാം നോക്കുമ്പോഴേക്കും ശാസ്ത്രീയമായി നോർമലാണ്, പക്ഷേ സാമൂഹ്യപരമായി സദാചാരപരമായിട്ട് ആരും അംഗീകരിക്കുന്നുമില്ല. ഫാക്റ്റുകളൊക്കെ പല രീതിയിലും പല വേർഷൻസിലും പലപ്പോഴും പലതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും അഭിപ്രായമില്ല. മറ്റൊരാൾക്ക് ദ്രോഹമാകരുതെന്ന് മാത്രമേ ഞാൻ ഇത്തരം കാര്യങ്ങളൊരു തീരുമാനം പറയാറുള്ളൂ.